നമസ്കാരം ട്രേഡേഴ്സ്, നമസ്കാരം ഇൻവെസ്റ്റേഴ്സ്. എല്ലാ ഞായറാഴ്ചയിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് നമുക്ക് കിടക്കാം. ഈ ഒരാഴ്ച ഗ്ലോബൽ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഗ്ലോബൽ ഈവന്റുകൾ, സ്റ്റോക്ക് ന്യൂസുകൾ എല്ലാം തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചാനൽ നിങ്ങളുടെ എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത്. കാരണം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നമ്മൾ മാർക്കറ്റ് ന്യൂസുകൾ ചെയ്യുന്നുണ്ട്. നിഫ്റ്റി കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ഉണ്ടായിരുന്നത് ഏകദേശം ഒരു 24,000 റേഞ്ചിലായിരുന്നു. ഈ വെള്ളിയാഴ്ച അത് 24,750 എന്ന റേഞ്ചിലാണ് ഇപ്പോൾ ക്ലോസ് നടത്തിയത്. അതിനർത്ഥം ഏകദേശം 1 വീക്കിനുള്ളിൽ ഒരു 750 പോയിന്റിന്റെ ഒരു മൂവ്മെന്റ് നിഫ്റ്റി കിട്ടി. തിങ്കളാഴ്ച ഗ്യാപ്പ് അപ്പ് ആയിരുന്നു നിഫ്റ്റി. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കൂടിയും നിഫ്റ്റി ഏകദേശം ഒരു 350 പോയിന്റിന്റെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. കാരണം ഒരു ഗ്യാപ്പ് അപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച 24,000, മൺഡേ ഒരു ഗ്യാപ്പ് അപ്പ്, അതിനുശേഷം മൺഡേ ഉയർന്നു. വീണ്ടും മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ പോയി എങ്കിൽ കൂടിയും മൺഡേയിലെ ആ ഒരു ഓപ്പണിംഗ് റേഞ്ച് അത് ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി താഴെ വന്നിട്ടില്ല. സ്റ്റിൽ നിഫ്റ്റി നിൽക്കുന്നത് മൺഡേയുടെ ഓപ്പണിങ്ങിൽ നിന്നും ഹയർ സൈഡിൽ തന്നെയാണ്. 24,750 നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഉള്ളത്. അതിനുശേഷവും നിഫ്റ്റി പോസിറ്റീവിൽ ആയിട്ട് തന്നെയാണ് നിലകൊണ്ടിട്ടുള്ളത്. ഒരുപാട് ന്യൂസുകളുണ്ട്, നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം US വിക്സ് 2.5% ക്രാഷായി 16.81. ഇന്ത്യൻ വിക്സിന്റെ അതേ റേഞ്ചിൽ തന്നെയാണ് ഉള്ളത്. നാസ്ഡാക്ക് നെഗറ്റീവായിരുന്നു, ഡോ ഫ്ലാറ്റ് ആയിരുന്നു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും മിക്സ്ഡ് ആയിരുന്നു. ഏറ്റവും ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ടോപ്പ് ചെയ്ത് രണ്ടാമത് ഗോൾഡും $27 ഇടിവ് രേഖപ്പെടുത്തി. ചുരുക്കം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം US യൂറോപ്യൻ മാർക്കറ്റുകൾ മിക്സ്ഡ് ആയ ഒരവസ്ഥയിലാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത്. US മാർക്കറ്റിൽ നിന്നും Q1 റിസൾട്ടുകൾ വരുന്നുണ്ട്. ഇനി കഴിഞ്ഞ ആഴ്ചയിലെ FISന്റെ ആക്ടിവിറ്റീസ് ആണ് ഇന്ത്യൻ മാർക്കറ്റിനെ ഇത്ര ശക്തമായ നിലയിൽ നിലകൊള്ളാനായിട്ട് പറ്റിയിട്ടുള്ളത്. FISും DISും ഒരേപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ കനത്ത ബയേഴ്സ് ആയിരുന്നു. അത് മാർക്കറ്റിന് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. FIS DIS ആക്ടിവിറ്റീസ് കാണാം. 26-ാം തീയതി DIS ബയേഴ്സ് ആയിരുന്നു 1,745, FIS 135 കോടി രൂപ. 27-ാം തീയതി DIS 10,000, FIS 348. 28-ാം തീയതി എല്ലാ ദിവസവും DIS ബയേഴ്സ് ആയിരുന്നു. FIS കഴിഞ്ഞ വെള്ളിയാഴ്ച മാസം 6,449 കോടി രൂപയുടെ സെല്ല് നടത്തി. റെഡ് കളറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്കി എല്ലാ ദിവസവും FIS ബയേഴ്സ് ആണ്. FISന്റെ കോളം കാണാം. DIS എല്ലാ ദിവസവും ബയേഴ്സ് ആണ്. അങ്ങനെ ഇരു കൂട്ടരും കൂടി ഇന്ത്യൻ മാർക്കറ്റിൽ ശക്തമായ രീതിയിൽ ബൈ നടത്തിയത് കൊണ്ടാണ് മാർക്കറ്റിനെ ഈവൻ ആളുകൾ റീറ്റെയിലേഴ്സ് ഷോർട്ട് ചെയ്തിട്ട് പോലും മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത്. ഇനി അടുത്ത ആഴ്ചയിൽ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ പ്രധാന ഈവൻറ്റിലേക്ക് വരാണെങ്കിൽ ടൈമും ഉണ്ട്. ഇന്ത്യൻ ടൈമാണുള്ളത്, ഡേറ്റും ഉണ്ട്. ജൂൺ 2-ാം തീയതി നമ്മുടെ സ്കൂൾ തുറക്കുന്ന ദിവസം PMI ഡേറ്റ US-ൽ നിന്ന് ടൈം എപ്പോഴാണ് 7:15 PM അല്ലേ. ചൈന മാർക്കറ്റ് അവധിയാണ്. ഡ്രാഗൺ ബോട്ട് ഫെസ്റ്റിവൽ കാരണം ചൈനീസ് മാർക്കറ്റ് അവധിയാണ്. ഇന്ത്യയിൽ നിന്ന് മാനുഫാക്ചറിംഗ് PMI ഡേറ്റ 10:30 AM വരുന്നുണ്ട്. ഇനി ജൂൺ 3-ാം തീയതിയോ ജോബ് ഓപ്പണിംഗ് US-ൽ നിന്ന് വരുന്നുണ്ട്. യൂറോസോണിന്റെ ഇൻഫ്ലേഷൻ ഡേറ്റ ഉണ്ട്. ജൂൺ 4-ാം തീയതി ക്രൂഡ് ഓയിൽ ഇൻവെന്ററീസ് US-ൽ നിന്നുണ്ട്. ജൂൺ 5-ാം തീയതി ഇനീഷ്യൽ ജോബ് സെയിൽസ് ക്ലെയിം US-ൽ നിന്നുണ്ട്. ജൂൺ 6-ാം തീയതി നോൺ ഫാം പേറോൾ ഡാറ്റ US-ൽ നിന്നുണ്ട്. ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ജൂൺ 6-ാം തീയതി 10 AM അപ്പൊ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ US-ൽ നിന്ന് എല്ലാ ദിവസവും ഈവന്റ് ഉണ്ട്. ഇന്ത്യയിൽ നിന്ന് പ്രധാന 2 ഈവന്റ് ഉണ്ടായാലും അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈവന്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ്. 10 AM വെള്ളിയാഴ്ച ദിവസം വരുന്ന ആ ഒരു ഡേറ്റയാണ്. അപ്പോൾ അതായത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങൾ RBI എടുക്കുന്ന അതിപ്രധാനമായിട്ടുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം വരുന്നത്. US മാർക്കറ്റിൽ നിന്ന് ഒട്ടുമിക്ക എല്ലാ ദിവസവും പോസിറ്റീവ് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഡേറ്റാസ് തന്നെയാണ്, അല്ലെങ്കിൽ ഈവന്റ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതെല്ലാം തന്നെ ഓരോ പൊസിഷൻസ് എല്ലാം തന്നെ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുമ്പോൾ ഇത്തരം ഈവന്റ് ഉണ്ട് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടത് നല്ലതാണ്. ഇനി ഗ്ലോബലി നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ട്രംപ് ആണല്ലോ ഇപ്പോൾ താരം. ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയായിട്ടുള്ള ഡീല് അത് ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്യാറായിട്ടുണ്ട്. വെരി ക്ലോസ് ടു മേക്കിംഗ് ഡീൽ വിത്ത് ഇന്ത്യ എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് ഇന്ത്യയുടെ ഒരുപാട് നയതന്ത്ര പ്രതിനിധികൾ, എസ്പെഷ്യലി നമ്മളുടെ ഫോറിൻ സെക്രട്ടറി വിക്രം മിസ്രി കഴിഞ്ഞ മെയ് മാസം 27-ാം തീയതി മുതൽ 29-ാം തീയതി വരെ US-ലെ ടോപ്പ് ഒഫീഷ്യലായിട്ടൊക്കെ കൂടിക്കാഴ്ചകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രകാരം ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയായിട്ട് ഡീല്
അത് ഏകദേശം ധാരണയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രസ്താവന. സെയിം ടൈം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള വേറൊരു പ്രസ്താവന, ചൈന ഈ ഒരു ഡീലിൽ നിന്ന് അവർ വയലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു പ്രസ്താവനയും കൂടി ട്രംപ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റ് മാത്രം നന്നായാൽ പോരാ, ചൈനീസ് മാർക്കറ്റും നന്നാവണം, യൂറോപ്യൻ മാർക്കറ്റും നന്നാവണം. ട്രംപ് ആയിട്ട് ഈ ഒരു ഡീല് ഒപ്പുവെച്ച അല്ലെങ്കിൽ ഡീലിൽ ധാരണയായിട്ടുള്ള ചൈന അല്ലെങ്കിൽ യൂറോപ്യൻ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളും ഇന്ത്യയും ഒരേപോലെ തന്നെ ഡീലിൽ വന്നാൽ മാത്രമാണ് ഗ്ലോബൽ മാർക്കറ്റ് മുന്നോട്ട് പോകുള്ളൂ, എന്നാൽ മാത്രമാണ് ഇന്ത്യൻ മാർക്കറ്റ് മുന്നോട്ട് പോകുള്ളൂ എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ നിൽപ്പ്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ ന്യൂസുകൾ വളരെയധികം കീനായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ഇന്ത്യയിലൊക്കെ വരാണെങ്കിൽ കോവിഡ് എല്ലാം തന്നെ ഇന്ത്യയിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി കൊച്ചിയിലൊക്കെ ഉയർന്ന തോതിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും കർണാടക, IT നഗരമായിട്ടുള്ള കർണാടകയെല്ലാം തന്നെ കോവിഡ് ഗൈഡ്ലൈൻസ് എല്ലാം തന്നെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൺസേണും കൂടി നമുക്കുണ്ട്. എങ്കിൽ കൂടിയും അത് മൾട്ടിപ്പിൾ ടൈം നമ്മൾ വന്നിട്ടുള്ളതാണ്. പല തവണ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഈ തവണത്തെ കോവിഡ് പഴയതുപോലെ തന്നെ അപകടകാരിയല്ല, ഓൾറെഡി തന്നെ വാക്സിൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ കോവിഡ് കേസല്ല, അതിലുപരി ട്രംപിൻ്റെ താരിഫ് നയങ്ങളും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ള ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇന്ത്യ പാക്ക് ടെൻഷനെല്ലാം തന്നെ അത് പൂർണ്ണമായിട്ടും അത് പരിഹരിക്കപ്പെട്ടു, അത് ഒഴിവാക്കപ്പെട്ടു. ഇനിയിപ്പോൾ നമുക്ക് ട്രംപ് എന്തൊക്കെ പറയും എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയില്ലാത്തൊരവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ, അതുകൊണ്ടാണ് ഇന്ത്യ വിക്സ് ഇത്ര ശക്തമായ നിലയിൽ നിലകൊള്ളുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഗ്ലോബലി ടെൻഷനുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. ഈ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. നിങ്ങൾക്ക് സ്വിംഗ് കോഴ്സ്, ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെ ഒരു കോഴ്സ്, അല്ലെങ്കിൽ കമ്മോഡിറ്റി, ക്രൂഡിലും ഗോൾഡിലും ട്രേഡ് ചെയ്യുന്ന കമ്മോഡിറ്റി, അല്ലെങ്കിൽ ഓപ്ഷൻ, ഡെറിവേറ്റീവ്, ഇൻഡെക്സ്, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഇതെല്ലാം തന്നെ ഓൺലൈനായിട്ട് ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്ന് വേണമെങ്കിലും കുറഞ്ഞ ഫീസ് പഠിക്കാം. നമ്മുടെ ഓഫീസിൽ വന്ന് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് കൊച്ചിയിൽ വരാം. ഫസ്റ്റ് കമ്പനിയിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാം, കുറഞ്ഞ ചിലവിൽ പഠിക്കാം. സ്റ്റോക്കുകളുടെ വാർത്തകളൊക്കെ വരുമ്പോൾ അദാനി അവരുടെ ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവർ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു തീരുമാനമുണ്ട്. ഇവരുടെ ബിസിനസ് എക്സ്പാൻഷൻ ചെയ്യുന്നുണ്ട്. 12,000 കോടി രൂപയാണ് ഫണ്ട് റൈസ് ചെയ്യുന്നത്. കൊട്ടാക് മഹേന്ദ്ര ബാങ്ക് ഇവരുടെ ഡെപ്യൂട്ടി MD ശാന്തി എംബ്രാഹം, അദ്ദേഹം 30 വർഷത്തെ സർവീസിന് ശേഷം റിട്ടയർമെൻറ്റ് എന്നുള്ള ന്യൂസ്. പൈസൽ റെക്കമെൻഡേഷൻ ഒന്നല്ല കേട്ടോ, ന്യൂസുകൾ മാത്രമാണ്. പുറവങ്കര കമ്പനി, ഇവർ നെറ്റ് ലോസാണ് കമ്പനിയുള്ളത്. 88 കോടി രൂപ ലോസ് റിപ്പോർട്ട് ചെയ്തു. കറസ്പോണ്ടിങ് ഇയർ കഴിഞ്ഞ വർഷം അവർ 6 കോടി രൂപയായിരുന്നു ലോസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ലോസ് വൈഡൻ ആയിട്ടുണ്ട്. ഇനോക്സ് വിൻഡ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 31% ഉയർന്ന് 31% അല്ല, നെറ്റ് പ്രോഫിറ്റ് 38 കോടി രൂപയിൽ നിന്ന് 190 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഏകദേശം ഒരു 5 മടങ്ങോളം ഉയർന്നു എന്നുള്ള ന്യൂസ്. ആസ്ട്രസെൻസിക്ക ഫാർമ കമ്പനി ഇവർ നെറ്റ് പ്രോഫിറ്റ് 47% ഉയർന്നു. 32 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നുണ്ട്. ഐഡിയ കമ്പനി ഇവർ ലോസ് ആണുള്ളത്, ലോസ് കുറച്ച് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. 7,624 കോടി രൂപ ലോസ്, അവർ 7,166 കോടി രൂപ ലോസ് കുറച്ചു. റവന്യൂ 4% കൂടി. അപ്പോളോ ഹോസ്പിറ്റൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 59% ഉയർന്ന് 389 കോടി രൂപ കരസ്ഥമാക്കി. ഐക്കോൺ കമ്പനിക്ക് ഇവർക്ക് പുതിയൊരു EPC ഓർഡർ കിട്ടിയിട്ടുണ്ട്, 1068 കോടി രൂപയുടെ ഓർഡർ. ടിറ്റാഗ്രഹ് റെയിൽ കമ്പനി 83 കോടി രൂപയിൽ നിന്ന് 78 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞു. ഈസി ട്രിപ്പ് കമ്പനി റവന്യൂ 15% ഡിക്ലൈനാണ് ഉണ്ടായിട്ടുള്ളത്. പ്രോഫിറ്റ് 164 നിന്ന് 15 കോടി രൂപയിലേക്ക് കുറഞ്ഞു. BL കാഷപ്പ് ആൻഡ് സൺസ് കമ്പനി ഇവർ ഈ തവണ ലോസാണ് റിപ്പോർട്ട് ചെയ്തത്, 3 കോടി രൂപ ലോസ്. കഴിഞ്ഞ തവണ 23 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടായ കമ്പനിയാണ്. പെന്നാർ ഇൻഡസ്ട്രീസ് കമ്പനി 28 കോടി രൂപയിൽ നിന്ന് 35 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ആഷിയാന ഹൗസിംഗ് കമ്പനി 17 നിന്ന് 20 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഗ്രീൻല ഇൻഡസ്ട്രീസ് കമ്പനി 41 നിന്ന് 2 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. നാഷണൽ ഫെർട്ടിലൈസർ കമ്പനി 182 കോടി രൂപയിൽ നിന്ന് 97 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞെന്നുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. നാളെ രാവിലെ ഏതൊക്കെ പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. എല്ലാവർക്കും ശുഭരാത്രി, ശുഭദിനം നേരുന്നു. രാത്രി ആയിട്ടില്ല, ശുഭദിനം നേരുന്നു. താങ്ക് യു ഓൾ.